നമസ്കാരം. അങ്ങനെ കുറേ ദിവസത്തെ ബഹളവും കോലാഹലങ്ങളും ഒക്കെ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേന് കേരളത്തിന്റെ ഭാവി എന്താകും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാവി എന്താകും എന്ന് നിർണയിക്കുന്ന ദിവസമാണ് ഇന്ന്. അത് നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഇനി 5 വർഷത്തേന് അവതാളത്തിലാകും. അപ്പം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ റെസ്പോൺസിബിളായിട്ടാണ് വോട്ട് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കും ഇനി അടുത്ത 5 വർഷം കേരളത്തെ ഭരിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങൾ ഉണ്ടാകും. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിഗമനം ഉണ്ടായിരിക്കുമല്ലോ ആരായിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിൽ പോലും കേരളത്തിലെ ഇലക്ഷനെ നോക്കി കാണുന്നുണ്ട്. എന്തും സംഭവിക്കാവുന്ന ഒരു ഇലക്ഷനാണിത്. നല്ല ഫൈറ്റും കോമ്പറ്റീഷനും, എല്ലാ സ്ഥാനാർത്ഥികളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കോമ്പറ്റീഷൻസും വിവാദങ്ങളും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും വഴക്കുകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും കൂടി ഇലക്ഷന്റെ തലേ ദിവസം പോലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ നമ്മൾ വാർത്തകളൊക്കെ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ജാഗ്രതയോടെ നോക്കി കാണുന്നുണ്ട്. അതിനൊരു കാര്യം, എനിക്കൊന്ന് LDFും UDFും തമ്മിൽ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം BJPയെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം സീറ്റ് പിടിക്കാം, അല്ലെങ്കിൽ മാക്സിമം അക്കൗണ്ട് തുറക്കാം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച്, നിഗമനം വെച്ചിട്ട് BJP ഒരിക്കലും കേരളത്തെ മുഴുവനായിട്ട് പിടിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. അവർ പയ്യെ പതുക്കെ കേരളത്തിലേക്ക് വരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു തിരുവനന്തപുരം കിട്ടിയിട്ടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് കണ്ടതാണ്, തിരുവനന്തപുരം പിടിച്ചെടുത്തു. അപ്പോൾ തിരുവനന്തപുരമേ കിട്ടിയിട്ടുള്ളൂ, മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ, അത് മതി എന്നൊരു കോൺസെപ്റ്റിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത്. കാരണം ഇതിലൂടെ ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തുവായിരിക്കും? ഇത്രയധികം വിവാദങ്ങൾ, ഭരണപക്ഷത്തിനെ പറ്റിയിട്ട് ഇത്രയധികം വിവാദങ്ങൾ ഉള്ളപ്പോൾ, സർക്കാരിനെ പറ്റിയിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉള്ളപ്പോൾ കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം കോൺഗ്രസിന് തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞത് ഈ ഇലക്ഷന് വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലിരിക്കുമെന്ന്. സത്യമായിരിക്കണം. പിന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണ തുടർച്ച എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എപ്പോഴും തുടരെ ഒരേ ആളുടെ കയ്യിൽ തന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു അരഗൻസ് ഉണ്ടാകും. അവർക്ക് കുറച്ചും കൂടി എക്സ്ട്രാ കോൺഫിഡൻസ് കൂടും. അത് കൂടുതൽ അഴിമതികൾക്ക് കാരണമാകും. ഇപ്പം തന്നെ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള അഴിമതികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക്, ഈ വോട്ടിനിടയ്ക്ക് ഞാൻ ഒരാളുടെ ഒരു കോമഡി പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇതേപോലെയുള്ള സ്ഥാനാർത്ഥി, ഇത്തരത്തിൽ വിഡ്ഢിത്തരം പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കോ യാതൊരു രീതിയിലുള്ള പ്രയോജനവും ഇല്ലാത്ത ഇത്തരം സ്ഥാനാർത്ഥികൾ ജയിക്കാൻ പാടില്ലെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ. അത് അയാളുടെ പാർട്ടി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഏതായാലും ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും ഒക്കെ ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ളൊരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബൂത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഒരു സെൽഫി എടുക്കുന്നത് പഴയ അഖിൽമാരാർ ബിഗ് ബോസ് വെച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അവരങ്ങനല്ല. അവരുടെ ഒരു കാൻഡിഡേറ്റിനെ, അവരുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കത്തക്ക ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് കൂടി വരുന്നത്. അപ്പം അതൊരു പ്രോബബിലിറ്റിയാണത്, അതൊരു ട്രെൻഡാണ്. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മേ ബി മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ആരും കാണാത്ത മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ കാണുന്ന മേഖലയിൽ, ഇപ്പോൾ തൃക്കാക്കരയിൽ നിങ്ങൾ പോയി ചോദിക്കുന്ന എല്ലാവരും ഇവിടുത്തെ വോട്ടറാവണമെന്നില്ല. പക്ഷേ വോട്ടേഴ്സിന്റെ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ. ഒരുപക്ഷെ എന്റെ 5 കിലോ വരെ കുറഞ്ഞു. അതായത് ഞാൻ അഖിൽമാരാർ തരംഗം അത്രയ്ക്കും മണ്ടന്മാരാണ് ആ നാട്ടിലെ ജനങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു സാധ്യതയുമില്ല. ചുമ്മാ ഒരു ആഗ്രഹം വിളിച്ച് പറയുകയാണ്. ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുകയും, ഒരുപാട് സ്ഥാനാർത്ഥികൾ വന്ന് വോട്ട് ചെയ്യുകയും, അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ തമാശയായിട്ട് തോന്നിയത് ഇയാളുടെ പ്രതികരണമാണ്. ഇയാളുടെ തരംഗമാണ് പോലും ഇനി നടക്കാൻ പോകുന്നത്. ഇനി ഇയാളാകും CM എന്ന് പറഞ്ഞില്ലല്ലോ, അത്രയും സന്തോഷം.
സ്ത്രീകളെ ബഹുമാനിക്കാൻ പോലും അറിയാത്ത ഒരു വ്യക്തി സ്വന്തം ഭാര്യയെ പബ്ലിക് ഡൊമൈനിൽ വന്ന് നാണം കെടുത്തുന്ന, അപമാനിക്കുന്നത്, ചിരിച്ചുകൊണ്ടാണ് അപമാനിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു നാട് ഭരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്? അതെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇയാള് പക്കാ ഉടായിപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളത്. അല്ല, സ്വന്തം രാജ്യത്തെ പറ്റിയിട്ടുള്ള ദേശസ്നേഹം പോലും ഇല്ലാത്തൊരു വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങൾ പല സമയത്ത് മാറ്റി മാറ്റി പറയുന്ന, അയാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല രീതിയിൽ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കുന്ന ഈ ഒരു വ്യക്തിയെ എങ്ങനെയാണ് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് കേട്ടോ, അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് നമ്മൾ ഒന്നൊന്ന് ശ്രദ്ധിക്കുക. ഈ ഇലക്ഷൻ സമയത്ത് മാത്രമുള്ള വാചകവടിയാണോ എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്നറിയാമോ? ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം പൊട്ടിമുളയ്ക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികളെ ആ നാട്ടിലുള്ള ജനങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില പാർട്ടിക്കാർ നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ യോഗ്യത എന്താണെന്നോ പോലും നാട്ടുകാർക്ക് അറിയത്തില്ല. അപ്പോൾ ഇലക്ഷന് വേണ്ടി മാത്രം പൊട്ടിമുളച്ചിരുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്. അത്തരക്കാർ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജയിക്കത്തില്ല. ഇലക്ഷന് വേണ്ടിയിട്ട് സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും ഒക്കെ പിടിച്ചു നിർത്തിയേക്കുന്ന കുറേ സ്ഥാനാർത്ഥികളുണ്ട്. അത്തരക്കാർ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും വർഷക്കാലം രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും സ്ഥാനം കൊടുക്കാത്ത ഒരു സമയത്ത്, അവർക്ക് പോലും സ്ഥാനം കൊടുക്കാതെ, അവർക്ക് പോലും സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെയാണ് ഈ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും ഒക്കെ കുറേ എണ്ണത്തിനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. അങ്ങനെയുള്ളവരെങ്ങനെ ജയിക്കാനാണ്? അവരെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് വർഷക്കാലം പ്രവർത്തിച്ച് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ നിയോജക മണ്ഡലത്തിൽ ആ നിയോജക മണ്ഡലത്തിന് അറിയാവുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം നിർത്തേണ്ടത്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആളായിരിക്കണം. അതായത് ആ നാട്ടുകാരെ വിളിക്കുമ്പോൾ വിളിപ്പുറത്തുള്ള ആ വ്യക്തി ആയിരിക്കണം അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടത്. അങ്ങനെയുള്ളവരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഒരു ലോങ് ടേമിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ബുദ്ധിയാണ്. എല്ലാവരും ഈ രീതിയിലുള്ള കാര്യങ്ങൾ പ്രയോഗിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നിയോജക മണ്ഡലം, ഇപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയോ അല്ലെന്നുണ്ടെങ്കിൽ LDFൻ്റെയോ UDFൻ്റെയോ ആരോ ആയിക്കോട്ടെ, പുതിയൊരു വ്യക്തി, ആ വ്യക്തി ഈ നമുക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ മത്സരിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ജയിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം നിന്ന് ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് ഉടനെ അവിടെ നിന്ന് പോകാതെ പിന്നീടുള്ള 5 വർഷം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ടിയിട്ട് നിന്ന് അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ചിലപ്പോൾ അയാൾക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ബുദ്ധിപൂർവമായിട്ടൊക്കെ നിന്നെങ്കിൽ മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഭയങ്കര ക്രൂക്കഡ് ആയിട്ട് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്രൂക്കഡ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഉപകാരമുള്ളവരും കൂടി ആയിരിക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ അതാണല്ലോ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കൈയിട്ട് വാരരുത് എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ കൈയിട്ട് വാരുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കും കൂടി കൊടുക്കണം, ജനങ്ങൾക്കും പ്രയോജനമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നവർക്കൊന്നും വോട്ട് ചെയ്യരുത്. ഇതുങ്ങാണം ജയിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മണ്ടത്തരോ ഈ പൊട്ടത്തരോ മിനിറ്റുകൾക്കുള്ളിൽ നിലപാടുകൾ മാറ്റുന്ന ഇത്തരം വ്യക്തികൾ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി എന്താകും? പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം, നോട്ട് വിവാദം, നിഴലാണത്രേ. ആ സ്ത്രീയെ അറിയത്തില്ലെന്ന് പോലും പറയുന്നു. ആരാണെന്ന് ഞാൻ ഇനി എക്സ്ട്രാ എടുത്ത് പറയണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം ആ സ്ത്രീയെ, അവരുടെ കൂടെ ഉള്ളവരാണ് ആ സ്ത്രീ. അവരുടെ കാറിലിരുന്ന് സഞ്ചരിക്കുന്നതിൻ്റെ ഫോട്ടോ ഉണ്ട്, അവരോട് സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പറയുന്ന പ്രസ്തുത സ്ഥാനാർത്ഥിയെ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ഒറ്റിക്കൊടുത്തത്. അതിനുമുള്ള സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒറ്റലും പരസ്പരം കുഴിവാരുകയും കാലുവാരുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കോൺഗ്രസിന് ഈ പ്രാവശ്യം പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണ്. പരസ്പരം തമ്മിത്തല്ലായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ച് മറ്റ് പാർട്ടിക്കാർ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇട്ടതിന് ശേഷമല്ലേ അവർ ലിസ്റ്റ് ഇടാൻ തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് തമ്മിത്തല്ല്, പിണങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നു. MPമാരുടെ ഇടയിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഇവരാദ്യം സ്വന്തം പാർട്ടിയിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് പരിഹരിച്ചതിന് ശേഷം വെളിയിലേക്ക് വരിക.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേന് ഇലക്ഷൻ്റെ കാര്യത്തെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. ഇനിയിപ്പോൾ വോട്ട് എണ്ണുന്ന സമയത്ത് മാത്രം ഇലക്ഷൻ്റെ കാര്യം ചർച്ച ചെയ്താൽ മതി. രാഷ്ട്രീയക്കാരല്ല ഇനി കുറച്ച് ദിവസത്തേന് സൈലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് വലിയ വലിയ വാർത്തകളൊന്നും നമുക്ക് കേൾക്കേണ്ടിയോ കാണേണ്ടിയോ വരത്തില്ല. അത്രയും ആശ്വാസം.